സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം നിങ്ങളെ അറിയിക്കുന്നു എന്ന ആമുഖ വാക്കുകളോടെയായിരുന്നു മാലാഖമാർ ബേത്ലഹേമിലെ മലഞ്ചെരുവിൽ ആടുകളെ മേയിച്ചിരുന്ന ആട്ടിടയർക്ക് ആദ്യ ക്രിസ്തുമസ് സന്ദേശം നൽകിയത്. സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്താണ്, അതിൻ്റെ അടയാളം എന്ത് എന്ന ചോദ്യങ്ങൾ ഒരു പക്ഷേ ആ ആട്ടിടയരുടെ ഹൃദയങ്ങളിൽ ഉയർന്നിരിക്കാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാലാഖമാർ ഉത്തരം പറഞ്ഞു, നിങ്ങൾക്കായി ഒരു ശിശു പിറന്നിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകളാൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നിങ്ങൾക്കായി ഒരു ശിശു, ലോകരക്ഷകനായ ശിശു പിറന്നിരിക്കുന്നു. എന്നാൽ ആ ശിശുവിൻ്റെ അടയാളം, ആ ശിശു എവിടെ എന്നുള്ള ചോദ്യത്തിൻ്റെ മൗന ചോദ്യത്തിൻ്റെ ഉത്തരമാണിത്. നിങ്ങൾക്കടയാളമോ? ശീലകളാൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ കാണും എന്നുള്ളത്. ആദ്യ ക്രിസ്തുമസ് രാത്രിയുടെ അടയാളം അതായിരുന്നു. നമുക്ക് ക്രിസ്തുമസ് രാത്രികളുടെ അടയാളങ്ങൾ പലതാണ്. പുൽക്കൂടുകൾ, മനോഹരമായി അലങ്കരിച്ച ക്രിസ്തുമസ് ട്രീകൾ, ക്രിസ്തുമസ് സന്ദേശ കാർഡുകൾ, നക്ഷത്രങ്ങൾ എന്നുവേണ്ട സമ്മാനങ്ങൾ വരെയും സാന്താക്ലോസ് വരെയും ക്രിസ്തുമസിൻ്റെ അടയാളം എന്ന നിലയിൽ പരിഗണിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. എന്നാൽ ആദ്യ ക്രിസ്തുമസ് രാത്രിയുടെ അടയാളം കീറ്റുശീലകളാൽ പൊതിഞ്ഞ ഒരു ശിശു ആയിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമായ കാര്യമാണ്. ശീലകൾ കൊണ്ട് പൊതിഞ്ഞ ഒരു ശിശു ഒരു തരത്തിൽ ഒരു അൺവാണ്ടഡ് ചൈൽഡ് ആണ്. ആർക്കും വേണ്ടാത്ത, പരിരക്ഷ ലഭിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു ശിശു. ഒരു പക്ഷേ പുൽക്കൂട്ടിൽ ഈ കീറ്റുശീലകൾ പോലും എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിന് ഒന്നുകിൽ അമ്മയായ കന്യകമറിയാമിൻ്റെ വസ്ത്രത്തിൽ നിന്ന് ചീന്തിയെടുത്തതാവാം ആ കീറ്റുശീലകൾ. കീറ്റുശീലകളാൽ പൊതിഞ്ഞ ശിശു വേദനയുടെയും തിരസ്കരണത്തിൻ്റെയും നിരാശയുടെയും രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വിവിധ പ്രയാസങ്ങളുടെയും പ്രതീകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ദൈവ സാന്നിധ്യം ദർശിക്കുവാൻ, അവിടെയാണ് യഥാർത്ഥ ക്രിസ്തുമസിൻ്റെ അടയാളം ദർശിക്കുവാൻ നമുക്ക് കഴിയേണ്ടത്. ലോകത്ത് ഇന്നും കീറ്റുശീലകളുടെ അനുഭവങ്ങൾ ഏറിയേറി വരികയാണ്. കീറ്റുശീലകൾ എവിടെയെല്ലാം ഉണ്ടോ, ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും നിരാശയുടെയും തൊഴിലില്ലാതെ വലയുന്ന അനുഭവങ്ങളുടെയും എന്നുവേണ്ട കീറ്റുശീലകൾ പോലെയുള്ള ജീവിത അനുഭവങ്ങൾ ഏറെയുള്ള ഒരു കാലഘട്ടത്തിൽ ആ അനുഭവങ്ങളെ കാണുവാനും തിരിച്ചറിയുവാനും അവിടെ തങ്ങളുടെ നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്നും നൂരും കുന്തിരക്കവും കാഴ്ചവെക്കുവാനും നമുക്ക് കഴിയണം. അവിടെയാണ് ക്രിസ്മസിൻ്റെ മഹാസന്തോഷം. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനവും എന്ന് മാലാഖമാരോട് ചേർന്ന് ഘോഷിക്കുവാനും നമുക്ക് കഴിയുന്നത്. ഏവർക്കും ക്രിസ്തുമസ് അനുഗ്രഹങ്ങളും പുതുവത്സര സന്ദേശവും നൽകിക്കൊണ്ട് നിർത്തുന്നു.